സത്യത്തിൽ ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുമ്പോഴുള്ള ഒരു മനോബലം അല്ലെങ്കിൽ കരുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസിഡൻ്റായി സ്ഥാനമേറ്റ ശ്രീ ജയകുമാർ സാറാണ് എൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അറിയാമല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മേഖലയിൽ നിൽക്കുന്ന ചില സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു ബോർഡിൻ്റെ അംഗമായി മനോബലത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ജയകുമാർ സാർ അതിൻ്റെ അധ്യക്ഷനാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഈ ബോർഡിൻ്റെ പ്രതിച്ഛായ നിലനിർത്തിക്കൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ വിശ്വാസവും ആചാരങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ കഴിയത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഒരംഗം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന് അതുപോലെ മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്ക് നൽകും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. 2 വർഷക്കാലമേ ഉള്ളൂ കാലാവധി. സാധാരണ MLA-മാർക്ക് 5 വർഷമുണ്ട്, മന്ത്രിമാർക്കും 5 വർഷമുണ്ട്. ഇത് 2 വർഷക്കാലമാണ്. ആ 2 വർഷക്കാലം കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മുമ്പ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ സ്പെഷ്യൽ ഓഫീസറായി 2 വർഷത്തിലേറെ അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അതിൻ്റെ എല്ലാം നേതാവായിരുന്ന ആൾ എന്നുള്ള രീതിയിൽ ജയകുമാർ സാറിന് ചില പ്ലാനുകൾ കാണും. ആ പ്ലാനുകൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങേയറ്റം അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് ഈ പദവിയിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കും എന്നാണ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.